ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പാം ക്രാഫ്റ്റിന് ഒരു ബാക്കപ്പ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാം ക്രാഫ്റ്റ് ഷോർട്സ് ആണ് പേര്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെയും അതുപോലെ ബോട്ടിൽ ആർട്ടിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ ഒപ്പം വരിക. പിന്നീട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വരും. അപ്പോൾ ഇതുവരെ കട്ട ചെങ്കാട്ട് നിന്നിട്ടുള്ള ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് അവിടെ വന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനാമൽ പെയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ആക്രിൽ പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കിച്ചൺ വേസ്റ്റ് ആണ്. കുറച്ച് ഡേറ്റ്സിൻ്റെ സീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പായയുടെ സീഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വാഴക്കൂമ്പിൻ്റെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെളുത്തുള്ളിയുടെ നടുക്കുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഇത് നാര് പോലെയുള്ള, അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ സ്റ്റെം ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഒരു നടുക്കുള്ള ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓരോ കിച്ചൺ വേസ്റ്റും നമ്മളിങ്ങനെ ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ വെളുത്തുള്ളിയുടെ നടുക്കുള്ളതാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിന് ചുറ്റുമായിട്ട് നമ്മളിങ്ങനെ ഡേറ്റ്സിൻ്റെ സീഡ്സ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഡേറ്റ്സിൻ്റെ സീഡ് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ മേലോട്ട് കാണുന്ന രീതിയിൽ ഒട്ടിക്കാം. ഇങ്ങനെ അധികം ഇങ്ങനെ അടുത്തടുത്തല്ലാതെ കുറച്ച് വിട്ട് ഒട്ടിക്കും കേട്ടോ, കുറച്ചൊരു ഭംഗിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചുറ്റും ഒട്ടിച്ചെടുത്തിട്ട് ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇനാമൽ പെയിൻറ്റ് അടിച്ചതുകൊണ്ട് നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു പാടാണ് സ്റ്റിക്കായിട്ട് കിട്ടാനും. അപ്പോൾ ആക്രിലിക് പെയിൻ്റ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും, കുറച്ചൊരു ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു വെളുത്തുള്ളിയുടെ ആ ഒരു പീസ് എടുത്തിട്ട് കുറച്ചൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിക്കുന്നത്. ആ ഒരു പൂവിൻ്റെ പകുതി പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു ഡേറ്റ്സിൻ്റെ സീഡ്സ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ചുറ്റും വേണ്ട കുറച്ചൊരു പകുതിയായിട്ടൊരു 4-5 എണ്ണം മാത്രം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഫ്ലവറിനൊക്കെ ഒന്ന് സ്റ്റെമ്മായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്രേ പേപ്പർ റോൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്രേ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് ഞാനൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. നമ്മൾ ഫെവിക്കോൾ വരെ യൂസ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. നമുക്കിങ്ങനെ ഈ സ്റ്റെമ്മിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളത്, അപ്പോൾ കുറച്ചൊരു ഗ്രീൻ കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ സ്റ്റെമ്മ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് കുറച്ചൊരു ഇങ്ങനെ ഒരു വളഞ്ഞിട്ടുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 സ്റ്റെമ്മ് ഞാനിവിടെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന കിച്ചൺ വേസ്റ്റ് വാഴക്കൂമ്പിൻ്റെ പൂവ് ഇങ്ങനെ ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ലീഫിന് പകരം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. നമ്മളെപ്പോഴും ലീഫിന് ഇങ്ങനെ ഒരു പരന്നിട്ടുള്ള ടൈപ്പ് എന്തെങ്കിലും കവറും പേപ്പറും കാര്യങ്ങളൊക്കെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഒരു വെറൈറ്റി ആയിട്ട് ഒരു നല്ലൊരു ഭംഗിയുണ്ട്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലീഫ് പോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചുരുണ്ടിരിക്കുന്ന ലീഫൊക്കെ അല്ലേ, അതുപോലെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ലീഫിന് പകരം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1-2 സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ 2 എണ്ണം വെച്ച് ഒട്ടിക്കുമ്പോഴാണ് അത് നല്ലൊരു ഭംഗിയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 3-4 എണ്ണം അങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു 3 കിച്ചൺ വേസ്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഫ്ലവറും സ്റ്റെമ്മും ലീഫൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗി തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു പപ്പായയുടെ സീഡും കൂടെ നമുക്കൊന്ന് യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്ലൂ ഗണ്ണിന് ഇങ്ങനെ ഒരു നാരുണ്ടാവുമല്ലോ, ആ ഒരു നാര് ഇങ്ങനെ വന്നിട്ട് ആകെ ഒരു വൃത്തികേടാവുമായിരുന്നു. അങ്ങനെ ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതിലൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു പപ്പായയുടെ സീഡ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടുന്നുണ്ട്. പപ്പായയുടെ സീഡ് ഇങ്ങനെ ഒരു കനമൊന്നുമില്ലാത്തൊരു കുഞ്ഞ് സീഡല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെവിക്കോളായിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിലിൽ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ക്ലേ കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് കണ്ടിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലിത് മുഴുവനായിട്ടും ഇങ്ങനെ ക്ലേ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്ലേ ഇല്ലായിരുന്നു. ക്ലേ വെച്ചിട്ട് ചെയ്യാൻ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ക്ലേ ഇല്ല, ഞാൻ ക്ലേ വാങ്ങിക്കുമ്പോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് ഫുള്ള് കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഈ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ജൂട്ടിൻ്റെ ത്രെഡ് കൊണ്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ കളർ അടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു പേൾ ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആ ഡേറ്റ്സിൻ്റെ സീഡ്സൊക്കെ ഒന്നിങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ കളേഴ്സൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ആ ഒരു ബ്ലാക്കിലേക്ക് ആ ഒരു ഓറഞ്ച് നല്ലൊരു ഭംഗിയാണ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ഫ്ലവേഴ്സും ഇങ്ങനെ ആ ഒരു പേൾ ഓറഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സീഡ്സൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ പെയിൻറ്റ് ചെയ്യുമ്പം ആ ഒരു ബോട്ടിലേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. കാരണം ബ്ലാക്ക് കളറാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഓറഞ്ച് കളർ കാണുമല്ലോ. ഇനി അഥവാ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് പിന്നീട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സീഡ്സ് ഇങ്ങനെ ആദ്യം ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് പിന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ.
പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സാപ്പ് ഗ്രീൻ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു താഴെ ഭാഗത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഫ്ലവറിൻ്റെ നടുക്കുള്ള പോലെയല്ല, നമ്മൾ ഈ സ്റ്റെമ്മിനോട് ചേർന്നിട്ടുണ്ടാവുന്ന ഫ്ലവറിനൊരു സെപ്പിൽ പോലെ ഇരിക്കുന്ന ഒരു ക്യാപ്പ് പോലെ. അപ്പോൾ അതുപോലാണ് നമ്മൾ ആ ഒരു ഗ്രീൻ കളർ അവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലിങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആ ഒരു സീഡ്സിലേക്കും കൂടെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ലീവ്സിനൊക്കെ ഇങ്ങനെ ഒരു ഗ്രീൻ കളർ വെച്ചിട്ടൊന്നിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആ ഒരു വലിയ ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ മഴക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്യാമറയിലൂടെ നോക്കിയപ്പോൾ വലിയൊരു കുഴപ്പമില്ല, വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് ഭയങ്കര ഇരുട്ടായി പോയത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ നന്നായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഗോൾഡൻ കളറ് പപ്പായൻ്റെ സീഡിന് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു ബ്ലാക്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് വന്ന സമയത്ത് നല്ലൊരു ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആ ഒരു ലീവ്സിനും ഞാൻ ജസ്റ്റ് ആ ഒരു ഗോൾഡ് വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു പപ്പായൻ്റെ സീഡ് ഇങ്ങനെ 2 സൈഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഓറഞ്ചും ആ ഒരു ഗ്രീനും ബ്ലാക്കും ഗോൾഡൊക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷനായിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നല്ലൊരു സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തെടുത്തുള്ളതും. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് നോക്കാം. അൻഫില, നദാൽ, ആനിമ, രാഗപ്രിയ, വരുണപ്രിയ, അനീഷ, അലീന, അനീറ്റ, നിമ്മി, അഭിഷ്ണവ്, ഫിദ, ഷാമിൽ, ഫൈസാൻ, ഷിഫ, പിന്നെ മാർച്ച് 10ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മാക്സിനും എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരിക. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ട്രൈഡ് പിക്കൊക്കെ അയക്കേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.